Hi friends, welcome back to Mathstat Lab. നമ്മൾ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ശ്രേണിക്ക് എങ്ങനെ അല്ലെങ്കിൽ ഒരു സീക്വൻസിനെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഓൾജിബ്ര എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. റെഡി? അപ്പോൾ ഇനി ഞാനൊരു 3 വർക്ക് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3 വർക്ക് നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് ശരിയാണോ എന്ന് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഓൾജിബ്ര expression for each of the sequence below, sequence of odd numbers, sequence of natural numbers which are remain. ഈ ക്വസ്റ്റ്യൻ നമുക്ക് തൽക്കാലത്തിന് ചെയ്യണ്ട. അത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. നമ്മൾ ചെയ്യേണ്ട ആവശ്യം, അതായത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്നുള്ളത്. ഓക്കെ, നമ്മൾ പിന്നീട് അത് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. For the sequence of regular polygons strengthened with an equilateral triangle, write the algebra expression for the sequence of the sum of inner angles, sum of the outer angles, the measure of an inner angle and the measure of an outer angle. അതായത് നമ്മൾ പിന്നെ ഇതിൻ്റെ സീക്വൻസ് നമ്മൾ നേരത്തെ എഴുതി വെച്ച സീക്വൻസസ് ആണ്. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരത്തെ. അതായത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ പോകുന്ന ആ രൂപങ്ങളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ എഴുതിയതാണെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് അതിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ, അതായത് അതിൻ്റെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ തുക, ഒരു പുറംകോണിൻ്റെ തുക എന്നിങ്ങനെ സീക്വൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശ്രേണി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ശ്രേണിക്ക് ബീജഗണിതം എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ശ്രേണി ഒന്ന് എഴുതി നോക്കാം. ശ്രേണി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണ്, ഒന്നും കൂടി എഴുതാം. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയായിരുന്നു: ഒരു സമഭുജ ത്രികോണം, സമചതുരം, ഇങ്ങനെ പഞ്ചഭുജം, സമപഞ്ചഭുജം വിചാരിക്കുക, ഇങ്ങനെ പോകുന്ന രൂപങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകക്കോണോട് തുക, ഇന്നർ ആംഗിൾസിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പോൾ എത്രയാണ്? ഒന്നാമത്തിൻ്റെ 180 ആണ്, അറിയുന്നതല്ലേ, നമ്മൾ എഴുതിയതായിരുന്നു. 180 ആണ്. രണ്ടാമത്തേത് എത്രയാണ്? 360 ആണ്, അറിയില്ലേ? 360 ആണ്. 540 ആണ്, 540 എക്സെട്ര. ഇത് എഴുതിയെന്ന് നമ്മൾ എങ്ങനെയായിരുന്നു? എത്ര സൈഡ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട് അത് വെച്ചിട്ടായിരുന്നു എഴുതിയിരുന്നത്. n-1 ഇൻറ്റു 180 ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. വേറെ നിൽക്കട്ടെ, n-1 ഇൻറ്റു 180. ഓക്കെ, അടുത്തത് പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുക ഏതായാലും, അതായത് ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും 360 ആണ്, എക്സെട്ര. ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു ഇന്നർ ആംഗിൾസിൻ്റെ 1 ഇന്നർ ആംഗിൾ എത്ര? ഒന്നാമത്തിൻ്റെത് 60 ആയിരിക്കും, അറിയാലോ അല്ലേ? നമ്മളെങ്ങനെ ചെയ്യുന്നത്? 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 കിട്ടും. 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലേ? 4 ആംഗിൾസ് അല്ലേ ഉള്ളത്. 360നെ 4 കൊണ്ട് ആക്കി കഴിഞ്ഞാൽ 90 കിട്ടും. അടുത്തത് 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 108. അങ്ങനെ പോകും. ഒരു ഔട്ടർ ആംഗിളിൻ്റെ ഔട്ടർ ആംഗിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആംഗിളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ 120 ഉണ്ടാവും. കാരണം ഇത് രണ്ടും കൂട്ടിയ 180 കിട്ടണം. അപ്പം 120, മറ്റേത് 90, അടുത്തത് എത്ര വരും? 120
90 360 എന്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി 360 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 360 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 360/5 എത്ര കിട്ടുന്നത് 36 5 എത്ര ഉണ്ട് 36 35 7 35 ബാക്കി 1 10 72 അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഈ ശ്രേണി നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ എന്ത് എഴുതണം? ബീജഗണിതം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ബീജഗണിതം എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞു ബീജഗണിതം എഴുതുമ്പോൾ അതിൻ്റെ സമവാക്യം എപ്പോഴും എഴുതാൻ നമുക്ക് പറ്റില്ല. ചില സമയങ്ങളിൽ സമവാക്യം തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സമവാക്യം എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന് 1 കൊടുത്താൽ നമുക്ക് 150 കിട്ടൂല. എന്നിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 - 1 0 0 × 150. അതായത് നമ്മൾ പദവും സ്ഥാനവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതുന്നത്. സ്ഥാനവും പദവും അല്ലെങ്കിൽ ടേംസും അതിൻ്റെ പൊസിഷനും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഓൾജിബ്രയിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 × എത്രയാണ്? 1 × 180 അല്ലെങ്കിൽ 180 × 1, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എത്രയാണ്? 180 × 2 ആണ് 150 × 2 എന്ന് പറഞ്ഞാലാണ് 360. 180 × 3 ആണ് അടുത്തത് 540 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെങ്ങനെ എഴുതുന്ന ഓർമ്മയല്ലേ? 180 എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബീജഗണിത രൂപം xn = 180. ഒന്നാമത്തെ പദത്തിൽ 1, രണ്ടാമത്തെ പദത്തിൽ 2, മൂന്നാമത്തെ പദത്തിൽ 3. അപ്പോൾ n-ാം പദത്തിൽ എത്ര ഉണ്ടാവും? n ഉണ്ടാവും. nth ടേമിൽ n ഉണ്ടാവും. 180 n ആണ് ഈ ഒരു സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം. 180 n. n-ന് 1 കൊടുത്താൽ 180 കിട്ടും. n-ന് 2 കൊടുത്താൽ 360 കിട്ടും. n-ന് 3 കൊടുത്താൽ 540 കിട്ടും, എക്സെട്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 360 എല്ലാം 360. അപ്പോൾ പിന്നെ അതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? 360 ആയിരിക്കും. വെറും 360. അവിടെ n-ൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എല്ലാം 360 ആയതുകൊണ്ട് n-ന് 1 കൊടുത്താലും 360 കിട്ടണം. x1 എന്ന് പറയുന്നത് 360 ആണ്. x2 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ x1 360 തന്നെയാണ്. n-ന് ഏത് വാല്യൂ കൊടുത്താലും തന്നെയായിരിക്കും 360 തന്നെയാണ് കിട്ടുക, എക്സെട്ര. റെഡി അല്ലേ? അപ്പം xn = 360 എന്നുള്ളതാണ് ബീജഗണിത. ഒരിപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് സ്ഥിരസംഖ്യയാണ് എല്ലാത്തിനും വരുന്നത്. അപ്പം ആ സംഖ്യ തന്നെയായിരിക്കും അതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. മൂന്നാമത്തത് 60 90 108. ഇതെന്തായിരുന്നു? ഒരു ഇന്നർ ആംഗിളിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ്. എങ്ങനെ ഈ ഒരു അകക്കോണ് നമുക്ക് കിട്ടിയത്? 60 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 180/3. 90 എങ്ങനെ കിട്ടിയത്? 360/4 അല്ലേ? 360-നെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 90 കിട്ടിയത്. കാരണം ഒരു അകക്കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞത് മൊത്തം 360. അപ്പോൾ ഒരു കോണെന്ന് പറയുന്നത് എല്ലാം 4 തുല്യമായതുകൊണ്ട് അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തെന്തായിരിക്കും? 540/5. ഇങ്ങനെ പോകുന്ന ശ്രേണി. ഇവിടെ എളുപ്പമുണ്ട് നമുക്ക്. ഈ അംശത്തിൽ ന്യൂമറേറ്ററിൻ്റെ സംഖ്യകൾ മാത്രം നോക്കി നോക്കുക. ന്യൂമറേറ്ററിൻ്റെ അംശത്തിൻ്റെ സംഖ്യകൾ മാത്രം, അതിൻ്റെ ബീജഗണിത രൂപം നമുക്ക് ഓൾറെഡി അറിയാത്രയാണ് 180 n. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 180 n എഴുതാ വെറുതെ ബൈ. താഴെയും മാറുന്നുണ്ട് മേലെയും മാറുന്നുണ്ട്. അപ്പം മാറുന്നിടത്തൊക്കെ n ഉണ്ടാവും. ഇവിടെ 3ക്ക് 1 കൂട്ടുന്നത്. 1 കൂട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എളുപ്പത്തിൽ അതിനെ എഴുതാൻ പറ്റും. എന്താണ്? n-ന് 1 കൊടുത്താൽ 3 ഇടണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്രയായിരിക്കും? n+2 അല്ലേ? n-ന് 1 കൊടുത്താൽ 3 ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ n 1 കൊടുത്താൽ +2 കൂടി കൂട്ടിയാൽ 3 ആവും, n+2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം. സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നോക്കി നോക്ക്, 180 × 1 180, n+1. അപ്പോൾ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് x1 എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ എഴുതാം? x1 സമം 180 × 1 എന്താണ്? n+, അതായത് 1+2.
അപ്പോൾ കിട്ടൂലേ നമുക്ക് 180/3 കിട്ടൂലേ 60 അടിയല്ലേ. x2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി 180 × 2/2 + 2 ഈ എന്നിന് 2 കൊടുക്കുക ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ 180 × 2 പറഞ്ഞാൽ 360 360/4 90. അപ്പോൾ ഓരോ പദം കിട്ടും. അപ്പോൾ നമുക്കൊരു 100ാമത്തെ പദം കിട്ടണമെങ്കിൽ x 100 ചെയ്താൽ മതി 180 × 100/100 + 2 റെഡിയാണോ. അപ്പോൾ ഓരോ പദങ്ങൾ നമുക്കതിന് കിട്ടും. ഏത് പദം വേണമെങ്കിലും നമുക്കതിന് ചെയ്യാനും പറ്റും. അടുത്തത് ഏതാ? അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ 120 90 70. ഇത് ഒരു ഔട്ടർ ആംഗിളിൻ്റെ എന്താണ് ഒരു പുറം കോണിൻ്റെ അളവ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയത്? ഒന്നില്ലെങ്കിൽ 360നെ എന്ത് ചെയ്താൽ മതി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നാമത്തെ കിട്ടും. 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ കിട്ടും. 360നെ എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അടുത്ത കിട്ടും, എക്സെട്ര. അങ്ങനെയല്ലേ? അപ്പോൾ ചെയ്ത് നോക്കൂ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. 360 മേലെ എല്ലാത്തിനും 360. അപ്പോൾ xn സമം ഒരു സ്ഥിരസംഖ്യ. അപ്പോൾ മേലെ നമ്മൾ എന്തെന്നെ എഴുതുക 360, എല്ലാത്തിലും 360. ഇവിടെ മാത്രമേ മാറുന്നുള്ളൂ, അതായത് ഇതിൽ ഛേദത്തിൽ മാത്രമേ മാറുന്നുള്ളൂ, ഡിനോമിനേറ്ററിൽ മാത്രമേ മാറുന്നുള്ളൂ. ഡിനോമിനേറ്ററിൽ എന്താ n-ന് 1 കൊടുക്കുമ്പോൾ 3 ഇടണം. n-ന് 1 കൊടുക്കുമ്പോൾ 3 ഇടണമെങ്കിൽ എന്ത് ചെയ്താണ് n+2 ആണ്. n+2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 360/n+2 ആണ്. ഇനി x1 ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. 360/1 + 2 360/3. ഒന്നാമത്തെ കിട്ടൂലേ 360/3 പറഞ്ഞാൽ 120 ആണ്. അടുത്തത് 360/2 + 2 4 360/4. x2 എന്ന് പറയുന്നത് 360/4 കിട്ടൂലേ. അപ്പോൾ ഓരോന്നും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം, ഇതിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. മലയാളത്തിൽ ഞാൻ പറയാം. നോക്കാം. ഇങ്ങനെ 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പിക്ചർ നിങ്ങൾ പിന്നെ നോക്കിയ മനസ്സിലാവും. അതായത് ദ ഫസ്റ്റ് പിക്ചർ ഈസ് ഗോട്ട് ബൈ റിമൂവിങ് ദ സ്മോൾ ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of. അതായത് ആദ്യത്തെ ത്രികോണം എന്ന് പറയുന്നത് ഒരു സമഭുജ ത്രികോണമാണ്. അതിൻ്റെ പിന്നെന്താണ് 4 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കി. അതേ ട്രയാങ്കിൾ തന്നെ എന്ത് ചെയ്തു, പിന്നെ ആദ്യം 4 ട്രയാങ്കിളാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ രൂപങ്ങളുണ്ട്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോന്നിൽ എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? പിന്നെ രണ്ടാമത്തെ എന്താണ്, ടേക്കിംഗ് ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച്. ഓരോ ട്രയാങ്കിൾ ഉണ്ടല്ലോ, കട്ട് ചെയ്യാത്ത ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ 1 ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നുള്ളത് എഴുതാം. അതും സീക്വൻസ് ആക്കിയിട്ട് ഓരോന്നോരോന്ന് എഴുതാം. വാട്ട് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദി റെഡ് ട്രയാങ്കിൾ? ഈ 3 പിന്നെ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇതിൽ എത്ര റെഡ് ട്രയാങ്കിളിൻ്റെ അതിൻ്റെ ഏരിയ, ഓരോന്നിൻ്റെ ഏരിയ പിന്നെ പരപ്പളവ് എഴുതുക. ഇനി അതിൻ്റെയൊക്കെ ഇപ്പോൾ എഴുതിയ സീക്വൻസിൻ്റെയൊക്കെ അതായത് അതിൻ്റെ ശ്രേണിൻ്റെയൊക്കെ എന്ത് എഴുതുക, ഓൾജിബ്ര ബീജഗണിത രൂപം എഴുതുക. നമുക്ക് ഇവിടെ നിന്ന് ആ ചിത്രം ഒന്ന് വരച്ച് നോക്കാതെ. ഒന്നാമത്തെ പിക്ചർ ഒന്നാമത്തെ പിക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക.
രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതേപോലെ വരച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലും വീണ്ടും എന്ത് ചെയ്തു, വരച്ചു. ഓക്കെ, അടുത്ത പിക്ചറിൽ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ വീണ്ടും വരക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ കുറേ ഷെയ്ഡ് ചെയ്തു, ഇവിടെ ഷെയ്ഡ് ചെയ്തു, ഇവിടെ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അതേ വലിപ്പമുള്ള ട്രയാങ്കിൾ ഞാൻ കുറച്ച് വലുതാക്കി വരക്കാണ്. സോറി, ഇവിടെ അല്ല. ഇനി ഇതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വേറെ ഓരോന്നും കൂടി വരച്ചു. ആണ് പിക്ചർ. നിങ്ങൾ ആ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് മാറ്റി വരക്കണം. വരച്ചു. ഒന്നാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെയാണ്. അവസാനത്തെ ട്രയാങ്കിൾ കുറച്ച് വലുതാക്കി ഒന്ന് വരക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ ഇനി എന്ത് ചെയ്തു, ഈ സെൻറ്ററത്തെ മാത്രം ഒഴിവാക്കിയിട്ട് വീണ്ടും ഇതിലൂടെ വരച്ചു. ഓക്കെ, ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഇങ്ങനെ വരും, രണ്ടാമത്തെ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൽ ഇവിടെയും ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഓരോന്നും അതിൻ്റെ സീക്വൻസ് എഴുതുകയാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓരോന്നും അതിൻ്റെ സീക്വൻസുകൾ എഴുതുക. സീക്വൻസ് എഴുതുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സീക്വൻസ് എഴുതുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. നോക്കുക, അപ്പോൾ റെഡ് ട്രയാങ്കിൾസ് ആണ് നിങ്ങൾ കാണാം. ഒന്നാമത്തേൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്, 3 എണ്ണം. നോക്കുക, അപ്പം 3. ഒന്നാമത്തെ ക്വസ്റ്റ്യന് 3. രണ്ടാമത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട് നോക്കുക, ഇങ്ങനത്തെ 3, 6, 9 എണ്ണല്ലേ, 9. നോക്കട്ടോ, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, അങ്ങനെ 9 എണ്ണം. ഓക്കെ, അതായത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 3, 3, ഇങ്ങനത്തെ 3 എണ്ണം. 3 × 3 ചെയ്താൽ. പിന്നെ അടുത്തതിൽ എത്ര ഉണ്ട് നോക്ക്, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ തന്നെ 9 ഉണ്ടാവും. അങ്ങനത്തെ 3 × 9 എത്രയാണ്, 27, എക്സെട്ര 27 എണ്ണല്ലേ ഉണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്നാക്കിയിട്ട് എടുക്കുക. ഒരു യൂണിറ്റ് ഒന്നും പറഞ്ഞില്ല, സെൻറ്റിമീറ്ററോ എന്തോ ആകാം, സെൻറ്റിമീറ്റർ സ്ക്വയറോ മീറ്റർ സ്ക്വയറോ എന്തോ ആകാം. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, ഇതിൻ്റെ ഏരിയ എത്രയാവും, മൊത്തത്തിൽ എത്രയാണ്, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും, ആകെ 4 ട്രയാങ്കിളല്ലേ ഇവിടെ ഉള്ളത്, ഒന്നിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത്. അപ്പം 4 എണ്ണത്തിൽ 1, 4ൽ 1 ആയിരിക്കും അതിൻ്റെ ഏരിയ, 4. ഒരു 1 ആണെങ്കിൽ 4 ആയിരിക്കും ഒന്നിൻ്റെ ഏരിയ. അടുത്തതിൽ എത്ര എണ്ണ, ആകെ എത്ര ട്രയാങ്കിൾസ് അവിടെ ഉള്ളത്, ചെറിയ ട്രയാങ്കിൾസ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണം. അവിടെ ചെറിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ട്, ഇവിടെ നമുക്ക് 9 എണ്ണമാണ് ചെറുത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ചെറുത് വീണ്ടും ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഇവിടെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൽ എത്ര ഉണ്ട്, 4 ഉണ്ട്. അതേപോലെ ഈ ഒരു ട്രയാങ്കിളിൽ 4 ഉണ്ട്, ഈ ഒരു ട്രയാങ്കിളിലും 4 ഉണ്ട്. അതേപോലെ ഈ ഉള്ളത്തെ ഒരു ട്രയാങ്കിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 പറ്റും. അപ്പോൾ 4, 4, 8, 8ഉം 4ഉം 12ഉം 4ഉം 16 ട്രയാങ്കിൾസ്, ആകെ ചെറിയ ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ 1/16. അതേപോലെ അടുത്തതിൽ എത്ര ഉണ്ടാവും നോക്കുമോ, ചെറിയ ട്രയാങ്കിൾസ്. ഈ ഒരു ട്രയാങ്കിളിൽ തന്നെ 16 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെത്ര ഉണ്ടാവും, വീണ്ടും 16 ഉണ്ടാവും. ഇതിനും 16 കിട്ടും, ഇതിലും 16 കിട്ടും. അപ്പം 16 ×
4. 16 ഇൻറ്റു 4 പറഞ്ഞാൽ 64 എക്സെട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ എത്ര വരിക നോക്കുക. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ ഒന്നാമത്തേനും പിന്നെ 1 ആണ് ഏരിയ എന്നുണ്ടെങ്കിൽ ആ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും? 3 ഭാഗത്തിലുള്ളത്, അതായത് 3/4 അല്ലേ. അപ്പോൾ 3/4 ഒന്നാമത്തിൽ 3/4 3/4. രണ്ടാമത്തിൽ എത്ര ഉണ്ടാവും നോക്ക്. ആകെ എത്ര ഉള്ളത്? 16 എണ്ണം ഉണ്ട്. നമ്മൾ പറഞ്ഞു 16 ഉണ്ട്. അതിൽ 27 റെഡ് 9 റെഡ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ 9/16. ഇനി ഇവിടെ ആകെ 64 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ 27 എണ്ണം എന്താണ്? റെഡ് ട്രയാങ്കിൾസ് ആണ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ സീക്വൻസസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് കിട്ടി നമുക്ക്. ഇനി എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ബീജഗണിത രൂപം എഴുതണം, ഓൾജിബ്ര എഴുതണം. എങ്ങനെ ഓൾജിബ്ര എഴുതുന്നത്? സംഖ്യകളുടെ പ്രത്യേകത നോക്കുക. ഒന്നാമത്തേൽ പ്രത്യേകത എന്താ? 3 × 3. പിന്നെ അതിനെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയല്ലേ വരുന്നത്. ഞാൻ നോക്കുക. ആദ്യത്തിൽ 3 എണ്ണം, പിന്നെ 3 3 3, അങ്ങനത്തെ 3 എണ്ണം, 3 × 3. ഓക്കെ. അടുത്തോ 3 × 3 × 3, അങ്ങനെയല്ലേ വരിക. ആദ്യത്തിൽ ഒന്നാമത്തേൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എഴുതുക 3 × 3. അടുത്തത് എന്താ വരുന്നത്? അതിലേക്കൊരു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അല്ലേ, എക്സെട്ര. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ആദ്യം 3 എണ്ണം, 3 1 2 3, 3 എണ്ണം ഉള്ളത് 3 എണ്ണം വീതം 3 എണ്ണം. അപ്പോൾ എന്ത്? 3 × 3 9 എന്ന് കിട്ടും. ഇനിയോ 9 × 3, അങ്ങനല്ലേ. 9 × 3 പറഞ്ഞാൽ 3 × 3 × 3 എന്നല്ലേ അർത്ഥം. അപ്പോൾ 9 × 3. അപ്പോൾ അങ്ങനെയല്ലേ കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? 3 × 3 എന്ന് പറഞ്ഞാൽ 3, 3 × 3 പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ എന്നല്ലേ അർത്ഥം, 3ൻ്റെ ക്യൂബ് എന്നല്ലേ അർത്ഥം, എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും നോക്ക്. xn = 3^1, 3 സ്ക്വയർ, 3 ക്യൂബ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 3 എല്ലാത്തിലും ഉണ്ട്. 3 എന്ന് പറഞ്ഞാൽ ശരിക്കും 3^1 ആണ്. അപ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ 1 തന്നെ കിട്ടണം, 2 കിട്ടണം, 3 കിട്ടണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? 3^n. എന്നിന് 1 കൊടുക്കും 3 കിട്ടും, എന്നിന് 2 കൊടുക്കും 3 സ്ക്വയർ കിട്ടും, എന്നിന് 3 കൊടുക്കും 3 ക്യൂബ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം എന്താണ്? xn = 3^n എന്നാണ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തത് ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 1/4, 1/16, 1/64, അങ്ങനെയല്ലേ. എങ്ങനെ നമുക്ക് കിട്ടിയത്? അതും കൂടി ഒന്ന് ആലോചിക്കുക. അതായത് ഒന്നാമത്തത് 4 എണ്ണം ആകുള്ളത് അല്ലേ. പിന്നെ 4-1, പിന്നെ ഇങ്ങനത്തെ 4 എണ്ണം ഉള്ള 4 എണ്ണം, 4 എണ്ണം ഉള്ള 4 ട്രയാങ്കിൾസ് ഉണ്ട്. 4 എണ്ണം ഉള്ള 4 ട്രയാങ്കിൾസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 × 4 ചെയ്താൽ മതി, 16 കിട്ടും. പിന്നെ അങ്ങനത്തെ 4 കൂടി, അപ്പം 4 × 4 × 4 64 കിട്ടും. ഓക്കെ. അപ്പോൾ 1 എല്ലാത്തിനും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബീജഗണിത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്താം? 1 എന്ന് നമുക്ക് അവിടെ എഴുതാം. xn = 1/4 ഒന്നാമത്തെ അല്ലേ. 1 എഴുതി നോക്കാം. 1/4 × 4, 4 × 4 × 4 എക്സെട്ര, ഇങ്ങനെയല്ലേ വരുന്നത്. 1/4 എന്ന് പറഞ്ഞാൽ അപ്പോൾ xn = നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ 1/4, 1/4 സ്ക്വയർ, 1/4 ക്യൂബ് എക്സെട്ര. അപ്പോൾ xn = എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4n. നമുക്ക് എന്നിന് 1 കൊടുക്കുമ്പോൾ 4 കിട്ടും, 2 3. അപ്പോൾ xn = 4n, 1/4n. അടുത്ത് നോക്കാം നമുക്ക്. 3/4, 9/16 നമ്മൾ എഴുതി വെച്ചാണ്. 3 9 27 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബീജഗണിത രൂപം പെട്ടെന്ന് എഴുതാൻ പറ്റും എളുപ്പത്തിൽ. 3 9 27 എന്നുള്ളതിൻ്റെ ബീജഗണിത രൂപം 3n. അപ്പോൾ ഇതിൻ്റെ x⁻n എന്ന് പറയുന്നത് എന്താ? 3n. താഴെ 4n ആണ്. 4n. അപ്പോൾ 3n പറഞ്ഞാൽ 1 എന്നിന് 1 കൊടുത്താൽ 3x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3^1, 4^1. അപ്പം 3/4 ഒന്നാമത്തെ കിട്ടൂലേ. ഇനിയോ 3 സ്ക്വയർ 4 സ്ക്വയർ, അതായത് x2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 4 സ്ക്വയർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 3/4 n എഴുതിയാലും കുഴപ്പമില്ല, ഒന്ന് തന്നെയാണ് കേട്ടോ.
ബീജഗണിത രൂപം ഇങ്ങനെ എഴുതിയാലും ഒക്കെ എഴുതിയാലൊക്കെ 100ാമത്തെ പദം കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് 100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 100 4 100 ഇതെന്താണോ അത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.